ഹലോ എവരിവൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോണുകളെ കുറിച്ചാണ്. സോ ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് തിങ്ക് ചെയ്യുക. നമ്മളൊരു സെല്ലറാണ് എങ്കിൽ നമ്മൾ എപ്പോഴും പ്രീമിയം പ്രൈസിലായിരിക്കും സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ റീസൺ എന്താണ്? പ്രീമിയം പ്രൈസിൽ സെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെറ്റർ പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഒരു സെല്ലറുടെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഒരു സെല്ലർ എപ്പോഴും പ്രീമിയം പ്രൈസിൽ സെല്ല് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. മെജോറിറ്റി ടൈമിലും, എപ്പോഴും അല്ല, മെജോറിറ്റി ടൈമിലും പ്രീമിയം പ്രൈസിൽ സെല്ല് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു ബയ്യർ ആണെന്നുണ്ടെങ്കിലോ, നമ്മൾ പ്രീമിയം പ്രൈസിൽ ബൈ ചെയ്യാനാണോ ശ്രമിക്കുക? അല്ല, നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ബൈ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഓക്കെ, സോ ഡിസ്കൗണ്ട് പ്രൈസിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ബെറ്റർ പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഏറ്റവും വില കുറച്ച് വാങ്ങിക്കുക, സെല്ലറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഏറ്റവും കൂടിയ വിലയ്ക്ക് വിൽക്കുക. ഇതാണ് മാർക്കറ്റിൽ എക്സാക്ട്ലി സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രേഡർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഈ പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിനെ നമുക്കൊരു പ്രോപ്പർ സോൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ എത്ര ചെയ്താൽ മതി? നമ്മൾ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ചുകൾ കണ്ടുപിടിച്ചിട്ട് പ്രീമിയം റേഞ്ചിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അവിടെ ബൈ ചെയ്യുക, ഡിസ്കൗണ്ട് പ്രൈസിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ അവിടെ സെല് ചെയ്യുക. ഓക്കെ, സ്ട്രാറ്റജിക്ക് അനുസരിച്ച്. അതായത് ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റ് നോക്കുകയാണ്, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ബുള്ളിഷ് ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ബൈ ചെയ്യാനാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? ബുള്ളിഷ് മാർക്കറ്റ് ആണ്, ബുള്ളിഷ് ട്രെൻഡ് ആണ് എങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ നോക്കി ബുള്ളിഷിനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാനേ നോക്കുള്ളൂ. അപ്പോൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡിസ്കൗണ്ട് പ്രൈസിലാണോ മാർക്കറ്റ് നിൽക്കുന്നത് നോക്കുക. ഡിസ്കൗണ്ട് പ്രൈസിലാണെങ്കിൽ ബൈ ചെയ്യുക. അതേപോലെ തന്നെ മാർക്കറ്റ് വളരെ ക്ലീൻ ആയിട്ട് ഒരു ബെയറിഷ് ട്രെൻഡ് ആണ് പോകുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ ബെയറിഷ് ട്രെൻഡ് ആകുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലേ? നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം മാർക്കറ്റ് ബെയറിഷ് ആകുമ്പോൾ ഷോർട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ഒരു പ്രീമിയം പ്രൈസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോഴായിരിക്കും സെല്ല് വീഴാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഓക്കെ, ഇങ്ങനെ തിങ്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രീമിയം ഡിസ്കൗണ്ടിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്? അതിന് നമുക്കൊരു ടൂൾ വേണം. അപ്പോൾ ആ ടൂൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ സൈഡ് ബാറിൽ പോയിട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഗ്യാൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ടൂൾ കാണാം. ഓക്കെ, അപ്പോൾ ഗ്യാൻ ബോക്സിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇതേ രൂപത്തിലേക്ക് ആക്കുക. ഓക്കെ, ഗ്യാൻ ബോക്സ് മാത്രമല്ല, മറ്റ് പല രീതിയിലുള്ള ഫിബ് റീട്രേസ്മെന്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുള്ളതും അത്യാവശ്യം നല്ലതുമായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഗ്യാൻ ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്യാൻ ബോക്സ് എടുത്തതിന് ശേഷം ഇതിന്റെ സെറ്റിംഗ്സിൽ പോവാം. ഓക്കെ, ഇതിന്റെ സെറ്റിംഗ്സിനെ നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്ക് മാറ്റണം. ഓക്കെ, ഇതാ ഈ ഒരു സ്റ്റൈലിലേക്ക് മാറ്റുക. ഇതാ ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. 0, 0.5, 1 ഇത് മാത്രം വെച്ച് ബാക്കിയൊക്കെ അൺടിക്ക് ചെയ്യുക. ഓക്കെ, ടൈം ലെവൽസും വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ, 1ഉം 0യും. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ആഡ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അതൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന ഗ്യാൻ ബോക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതേ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീമിയം പ്രൈസ് റേഞ്ചിനെയാണ്. ഓക്കെ, പ്രീമിയം പ്രൈസ് റേഞ്ച്. സോ എങ്ങനെയാണ് നമ്മളൊരു പ്രീമിയം പ്രൈസ് റേഞ്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിൽ നല്ല സെല്ലിങ് നടക്കുമ്പോൾ, ഓക്കെ, മാർക്കറ്റിൽ നല്ല സെല്ലിങ് നടക്കുമ്പോൾ നമ്മൾ സെല്ലിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ സെല്ലിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീമിയം പ്രൈസ് റേഞ്ചിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാൻ ബോക്സ് എടുത്തിട്ട് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലോവർ ലോയും ലോവർ ഹൈയും കണക്ട് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ലോവർ ലോ, ലോവർ ഹൈ. ഓക്കെ, അപ്പൊ ഈ ലോവർ ലോയില് ഈ കാണുന്ന റേഞ്ച്, അതായത് ഈ കാണുന്ന സിംഗിൾ ലൈൻ ഉണ്ടല്ലോ നടുക്കിലുള്ള ഈ ഒരു ലൈനിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്നാണ് പറയുക. ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 50%ലായിരിക്കും ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം പോയിന്റിന് മുകളിലേക്കുള്ള പ്രൈസ് പ്രീമിയവും ഇക്വിലിബ്രിയം പോയിന്റിന് താഴേക്കുള്ള പ്രൈസ് ഡിസ്കൗണ്ടും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിന്റെ മുകളിലേക്ക്, ഇക്വിലിബ്രിയം പോയിന്റിന്റെ മുകളിലേക്ക് പ്രീമിയവും ഇക്വിലിബ്രിയം പോയിന്റിന്റെ താഴേക്ക് എന്തായിരിക്കും? ഡിസ്കൗണ്ടും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ബൈ ചെയ്യല്ല, സെല്ല് ചെയ്യാനാണ് പോകുന്നത്.
അപ്പൊ സെല് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരിക്കലും നമുക്ക് ഇവിടെ വെച്ചിട്ട് സെല് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇത് ഡിസ്കൗണ്ട് പ്രൈസാ. ഇവിടെ നിന്ന് സെല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ കയറി വരും. ഓക്കെ, വീണ്ടും കയറി വരും, കാരണം ഡിസ്കൗണ്ട് പ്രൈസിൽ ബൈയിങ് ആയിരിക്കും കൂടുതൽ നടക്കുക. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഇക്വിലിബ്രിയം ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം. സോ അത് പ്രകാരം നമുക്ക് നല്ലൊരു പ്രോപ്പർ സെറ്റപ്പ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്, മാർക്കറ്റിന്റെ ട്രെൻഡും കറക്റ്റ് ആണ്. പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് വെച്ചിട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് പ്രീമിയം റേഞ്ചിലാണ് നിൽക്കുന്നത്. സെല്ല് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സെല്ല് ചെയ്യുക. മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇനി ഇത് ബുള്ളിഷിലേക്ക് ആകുമ്പോൾ എങ്ങനെയാ നോക്കാം. മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോപ്പർ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുക. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, അല്ലേ? ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് പോവുക. അപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹയർ ഹൈയും ഹയർ ലോയും നമ്മുടെ ഗ്യാൻ ബോക്സ് വെച്ചിട്ട് പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ചിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് പ്രൈസിൽ എത്തി കഴിയുമ്പോൾ ബൈ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. സോ മാർക്കറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് താഴോട്ട് വന്ന് ഇങ്ങനെ കയറാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്ത് ഈ കാണുന്ന ഡിസ്കൗണ്ട് റേഞ്ചിലേക്ക് എത്തി ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ചു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ബുള്ളിഷ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ കൺഫർമേഷൻ പല രീതിയിലായിരിക്കും, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ബൈ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ച് നമ്മൾ മനസ്സിലാക്കുക. ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സെല്ലിംഗ് ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കി ബെയറിഷ് ആണെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം പ്രീമിയം പ്രൈസ് റേഞ്ചിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കി പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ചിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇവിടെ മാർക്കറ്റ് കൃത്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്തരത്തിൽ ബുള്ളിഷ് സെന്റിമെന്റ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള ഒരു ഹയർ ലോയും ഈ ഒരു ഹയർ ഹൈയും കണക്ട് ചെയ്ത് നമ്മളുടെ ഗ്യാൻ ബോക്സ് വെച്ച് നോക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ മാർക്കറ്റ് ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ട് ബൈ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി മാർക്കറ്റ് താഴോട്ട് വന്നു, എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ നോക്കി. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഫെയിൽ ആയേനെ. കാരണം എന്താ, ഇത് പ്രീമിയം പ്രൈസ് റേഞ്ചിലാണ് അല്ലേ. സോ മാർക്കറ്റ് അവിടെ നിന്ന് പതുക്കെ വീണ്ടും താഴേക്ക് വന്ന് നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ചിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ ആ ഒരു ബൈയിങ് കണ്ടിന്യൂ ചെയ്തു അല്ലേ. ഇനി അതേപോലെ നോക്കിയേ, ഈ ഒരു ഹയർ ലോയും ഈ ഒരു ഹയർ ഹൈയും കണക്ട് ചെയ്ത് നോക്കുക. കണ്ടോ, മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ചിനെ റെസ്പെക്ട് ചെയ്തതിനു ശേഷമാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രോപ്പർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഈ ലാസ്റ്റത്തെ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നതിന് മുമ്പുള്ളത് നോക്കുക. മാർക്കറ്റ് താഴെ വന്നു, കണ്ടോ, നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് തിരിച്ച് കയറി, എന്നിട്ട് പ്രീമിയം പ്രൈസ് റേഞ്ചിൽ എത്തി കഴിഞ്ഞപ്പോൾ കണ്ടോ മാർക്കറ്റ് താഴോട്ട് ഫോളോ ചെയ്തത്. കണ്ടോ, ഇതാണ് പ്രീമിയം പ്രൈസ് റേഞ്ച്. സോ ഇവിടെ നിന്നായിരിക്കില്ല സെല്ല് ചെയ്യുക. മാർക്കറ്റ് ഒന്നും കൂടി മുകളിലേക്ക് പോയി പ്രീമിയം പ്രൈസ് റേഞ്ചിൽ എത്തി, അവിടെ നിന്ന് സെല്ല് വീണു. ഓക്കെ, സോ സെല്ല് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ്. അപ്പോൾ ലോവർ ലോയും ലോവർ ഹൈയും കണക്ട് ചെയ്ത് വരച്ചു. മാർക്കറ്റ് നോക്കി ഇതാ ഇവിടെ വന്ന് തിരിച്ച് മുകളിലേക്ക് കയറി വീണ്ടും താഴോട്ടേക്ക് വരാൻ നോക്കിയില്ലേ, താഴോട്ട് പോകാൻ നോക്കിയിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ മാർക്കറ്റ് എന്താ ചെയ്തേ, കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് മുകളിൽ പോയി കറക്റ്റ് നമ്മളുടെ പ്രീമിയം പ്രൈസ് റേഞ്ചിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് താഴോട്ടേക്ക് വന്നു. ഇനി അടുത്തൊരു പോയിന്റിൽ നോക്കിയേ, ലോവർ ഹൈ അതുപോലെ തന്നെ ലോവർ ലോ. മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു, അതായത് ഇവിടെ നിന്നുള്ള ഒരു ഫോളിൽ പയ്യെ 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 മാർക്കറ്റ് താഴോട്ട് വന്നു, എന്നിട്ട് വീണ്ടും പതുക്കെ മുകളിലേക്ക് കയറിയിട്ട് കറക്റ്റ് നമ്മളുടെ പ്രീമിയം പ്രൈസ് റേഞ്ചിലേക്ക് വീണ്ടും തിരിച്ചു കയറി വന്നു, വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് പോയി. സോ ആ ഒരു മൂവ്മെന്റ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഏറ്റവും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ചിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഇത് വർക്ക് ആവും. അപ്പോൾ ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് വെച്ച് മാത്രമല്ല നമ്മൾ ട്രേഡ് ചെയ്യുക,
മാർക്കറ്റിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രീമിയം പ്രൈസ് റേഞ്ച് ആണോ ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ച് ആണോ എന്നുള്ളത് നോക്കുക. കാരണം മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ എല്ലാ സ്ട്രാറ്റജീൻ്റെ ഒപ്പം നോക്കും. അപ്പോൾ പ്രീമിയം പ്രൈസ് റേഞ്ച് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസ് റേഞ്ചിനെയും കൂടി നമ്മൾ ആ ഒരു അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കണോ വേണ്ടയോ, വർക്കാകുമോ, വർക്കാകാൻ ചാൻസ് കുറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഇതൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ കൃത്യമായിട്ട് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അവിടെ തന്നെ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, യെസ്.